കണ്ണേ ഇടനെഞ്ചിനകത്ത് അടരും മോഹത്തെ. ബഷീറിൻ്റെ പ്രേമലേഖനം. ഈ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധ, ഇപ്പം സിനിമ കണ്ടവരുണ്ട്, നാളെ കാണാനുള്ളവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ബഷീറിൻ്റെ എല്ലാവരും ഒരു ഇത് പുസ്തകമാണോ ബഷീറിൻ്റെ കഥയാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഡയറക്ടർ എന്നതിലേക്ക് ആ ഡൗട്ടൊന്ന് മാറ്റിക്കൊടുത്ത് നമുക്ക് തുടങ്ങാം. ബഷീറിൻ്റെ പ്രേമലേഖനം അത് എല്ലാവരെയും ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും നമ്മുടെ ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത സമയം മുതലുള്ളൊരു സംശയമാണ്. അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും എല്ലാം വരുമ്പം ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്നുള്ള കഥയിൽ നിന്ന് എടുത്ത ഒരു സിനിമയാണോ എന്നുള്ളൊരു സംശയം. അത് പൂർണ്ണമായിട്ടും ആ കഥയല്ല. പൂർണ്ണമായിട്ടും എന്നല്ല, ആ കഥയായിട്ട് ബന്ധമുണ്ട്. അത് കഥയായിട്ടല്ല, നമ്മുടെ ഈ സിനിമ ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഒരു ട്രാവലിംഗ് ഉണ്ട് ആ ബുക്കിൻ്റെ. അത് മാത്രമല്ല, അതിലുള്ള പ്രേമലേഖനം, ആ ബഷീറിൻ്റെ പ്രേമലേഖനം എന്നുള്ള ആ കഥയിലുള്ള പ്രേമലേഖനവും ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അല്ലാതെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്നുള്ള ആ കഥ കറക്റ്റായിട്ട് കോപ്പി ചെയ്തതല്ല. ആക്ച്വലി ഈ സിനിമ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പായിട്ട് ആ ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നല്ലാതെ ആ ബുക്കും ഇതെല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അതാണ് അത് ക്ലിയർ ചെയ്ത്. ഇന്ന് പടം കണ്ടവരുണ്ടല്ലോ, നാളെ കാണാനുള്ളവരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്തങ്ങ് പോവുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എന്നർത്ഥം. എങ്ങനെ തോന്നുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ കഥാപാത്രം പോലെ? അന്നത്തെ ഒരു പ്രേമം, ഇന്നത്തെ ഒരു പ്രേമം ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. ആ പഴയ ലുക്കിൽ തന്നെയാണല്ലോ എല്ലാവരും അഭിനയിച്ചത്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അഭിനയിച്ചത്. അതെങ്ങനെ തോന്നുന്നു ആ ഒരു സംഭവം? ലുക്കിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം. ഫസ്റ്റ് ഇതിൻ്റെ മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ കണ്ണാടി കണ്ടപ്പം എനിക്ക് തന്നെ അത് കണ്ടിട്ട് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ ആ ലുക്ക് വെച്ചിട്ട് എനിക്ക് കുറേ നാളെടുത്ത് അതൊന്ന് സിങ്ക് ഇൻ ചെയ്ത് വരാൻ. പക്ഷേ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലുക്ക് കാണുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാലഘട്ടം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ആ ലുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം ആ ലുക്ക് മാത്രമല്ല, നമ്മളിട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ആണെങ്കിലും ആ പഴയ കാലത്തെ കോളറും ഈ രണ്ട് പോക്കറ്റും. പക്ഷേ ആസ് എ പേഴ്സൺ ആ ലുക്ക് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് വരാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. എന്ത് തോന്നുന്നു? എനിക്കും ഫർഹാന്റെ അത്രയും പ്രശ്നം ഉണ്ടായില്ല. എന്നാലും എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം തലയിൽ തട്ടുവിട്ട് പാവാടയും ബ്ലൗസ് ഇട്ട് നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും സൂര്യയും ഭയങ്കര സിമിലർ ആണ്. ഒന്നാമത് ഞങ്ങൾ സെയിം ഏജ് ഗ്രൂപ്പാണ്. പിന്നെ എനിക്ക് അതുകൊണ്ട് കൂടുതലായിട്ട് അഭിനയിക്കാനൊന്നും ഞാൻ കൂടുതലായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ എന്താണോ ഞാൻ അത് തന്നെയാണ് കുറെ കഴിഞ്ഞപ്പോൾ കാണിച്ചത്. ചെറിയൊരു പ്രശ്നം, ഈ കുട്ടി സംസാരിക്കുന്ന കുറച്ച് കോഴിക്കോട് ഭാഷയിലാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അനീഷേട്ടനും അങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരു തലശ്ശേരി സ്ലാങ്ങിലാണ്. അപ്പോൾ നമ്മൾ അത് കേട്ട് പിടിച്ചാണ് ഞാൻ ബാക്കിയുള്ള സംസാരം. അത് അങ്ങനെ സംസാരത്തിന് ഒത്തിരി ടൈം എടുക്കേണ്ടി വന്നു? ഇല്ല, അങ്ങനെ ഒരു ഹാർഡ് കോർ ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല. ചില വേർഡ്സ് ഒക്കെ അത് മാത്രമേ ഈ പഴയ അത് നമ്മുടെ ഡയലോഗ്സ് ഓൾറെഡി എഴുതിയിരിക്കുന്ന ആൾക്കാരും കോഴിക്കോട് നിന്നാണ്. അത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവര് ഓൾറെഡി എഴുതിയിരിക്കുന്നത് അവരുടെ ഒരു സ്ലാങ്ങിലാണ്. അപ്പൊ നമ്മൾ വായിച്ചു കൊടുക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ പറയാനുള്ള ശ്രമം ഇവരെ ഭാഗത്തുനിന്നുണ്ടാവും. ഷീലാമ്മുമായിട്ട് ഒരു അഭിനയം നമുക്ക് എന്നും മറക്കാനാവാത്ത ഒരു സിനിമയിൽ എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കുന്നു. എങ്ങനെയാ ഷീലാമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു ഫീൽ? നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ വാപ്പ ഫിലിം ഫീൽഡിൽ വന്നിട്ടൊരു 35 കൊല്ലമായി. അപ്പോൾ വാപ്പ ഇതുവരെ ഷീലാമ്മയായിട്ട് മധുസാറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം എൻ്റെ രണ്ടാമത്തെ പടത്തിൽ തന്നെ എനിക്ക് കിട്ടി. പിന്നെ അവരുമായിട്ട് എനിക്ക് മധുസാറായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. പക്ഷേ മധുസാർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ലെജൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് കിട്ടിയിട്ടും ഇപ്പോഴും ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ഷീലാമ്മയായിട്ടായിരുന്നു. ഷീലാമ്മ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എനർജി ലെവല് നമുക്ക് പോലും ചിലപ്പോൾ അത് കിട്ടത്തില്ല. അത്ര എനർജറ്റിക് ആണ്. ഇപ്പോഴും ആ പാഷനുണ്ട്. എനിക്കിപ്പോഴും പെർഫോം ചെയ്യണം, ഓഡിയൻസിന് എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള ആ പാഷൻ ഇപ്പോഴും ഉണ്ട്. ദാറ്റ് വാസ് വെരി സർപ്രൈസിങ്. പിന്നെ ഇവരെയൊക്കെ കണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാൻ പറ്റും. പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ അദ്ദേഹം പറയുന്ന രീതിക്ക് നോക്കുമ്പോൾ വാപ്പയുടെ കാലം തൊട്ടുള്ള ഷീലാമ്മയുടെ ഒരു ബന്ധമുണ്ട്. എന്നുവെച്ചാൽ കുട്ടിക്കാലം തൊട്ട് കണ്ടുവരുന്നത്. സനയ്ക്കൊരു വല്ലാത്തൊരു അനുഭവം ഫീൽ ചെയ്തോ ഷീലാമ്മയായിട്ട്? എന്റെ ഉമ്മുമ്മയായിട്ടാണ് ഷീലാമ്മ. എനിക്ക് തോന്നുന്നു ഞാനും ഫർഹാനും ഉള്ള കോമ്പിനേഷൻസിനെക്കാളും എനിക്ക് ഷീലാമ്മയായിട്ടാണുള്ളത്. ഫർഹാൻ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജി വരും. അത് കാണുമ്പോൾ നമുക്കും പെർഫോം ചെയ്യാൻ തോന്നും. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഷീലാമ്മ എത്രയോ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിനയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ടെക്നിക്കലായിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഈ ഷീലാമ്മയെ വെച്ച് ഡയറക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലൊരു
ഒരു എന്താണ് തോന്നിയത് ഷീലാമ്മയെ പോലെ അല്ല ഒരു director ഒത്തിരി ഷീലാമന നമ്മൾ ഈ കാസ്റ്റിംഗ് ആലോചിക്കുമ്പോഴേ ആദ്യം എത്തിയത് ഷീലാമ്മയെ തന്നെയാണല്ലോ. അല്ല ആദ്യം നമ്മൾ കഥ നമ്മൾ ഹീറോ എന്നുള്ള രീതിയിൽ ഓക്കെ, ഈ ഒരു ക്യാരക്ടറിന് ഫസ്റ്റ് ഓപ്ഷൻ ഷീലാമ എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ അത് നമുക്ക് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ഉമ്മൂമ്മയായിരുന്നു വേണ്ടിയിരുന്നത്. അതേ സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം, ഒരു പ്രണയം ഉണ്ടാവണം അവരുടെ മനസ്സിൽ ഇപ്പോഴും, അവരുടെ കണ്ണുകളിലും അവരുടെ മുഖത്തും അവരുടെ സംസാരിക്കുന്നതിലും എപ്പോഴും ഒരു റൊമാൻസ് ഉണ്ടാവണം ഇപ്പോഴും ഇന്നും. അത് സിനിമയുടെ ആ ക്യാരക്ടറിന് അത് വേണം. അതുമാത്രമല്ല ഇതിലെ ഈ ബഷീർ സൂറ എന്ന് പറയുന്ന ഒരു പ്രണയ ജോഡികളിൽ ഈ സൂറയുടെ ഉമ്മൂമ്മയാണ് ഈ ഷീലാമ ചെയ്യുന്ന പാത്തു എന്നുള്ള ക്യാരക്ടർ. ആ ഉമ്മൂമ്മ അപ്പം അന്നത്തെ കാലഘട്ടത്ത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ചെറുപ്പക്കാരുടെ കമ്മ്യൂണിക്കേഷൻ കത്തുകളാണ്. അപ്പോൾ ആ കത്തുകളുടെ കാര്യങ്ങളിലും അല്ലാതെ ഈ പ്രണയത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടുതലും ഈ കൊച്ചുമോളോട് സംസാരിക്കുന്നത് ഉമ്മൂമ്മയാണ്. അത് കൊച്ചുമോളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുക പ്രണയത്തിൻ്റെ കാര്യങ്ങളിലും അതിൻ്റെ അങ്ങനത്തെ ഒരു ഉമ്മൂമ്മയാണ് വേണ്ടത്. അപ്പം അത് പെട്ടെന്ന് എനിക്ക് എൻ്റെ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരാളാണ് ഷീലാമ. അപ്പം അങ്ങനെയാണ് ഷീലാമയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ സിനിമയിൽ കൂടുതലും പ്രേമമായിട്ട് പോകുന്ന ബന്ധമായി, പേര് പോലെ തന്നെ പ്രേമമായിട്ട് പോകുന്നത്. അന്നത്തെ ആ സമയങ്ങളിൽ പ്രേമം ഇപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രേമവും അതുമായിട്ടുള്ള വ്യത്യാസം എന്താ ഫീൽ ചെയ്തത്? ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ഓപ്പണാണ്, ഭയങ്കര ഇറ്റ്സ് വെരി ഓപ്പൺ. അന്ന് നേരത്തെ പറഞ്ഞ പോലെ ആകെ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലെറ്റർ ആയിരുന്നു. അങ്ങനെ ഇപ്പോഴത്തെ പോലെ നമുക്കൊരു കഫേ പോയി നമുക്ക് സംസാരിക്കാനോ അതൊന്നും അന്ന് ആ ഫ്രീഡം ഇല്ലായിരുന്നു. ഇന്ന് ഇറ്റ് ഈസ് മോർ ഓപ്പൺ. ഇന്ന് കൂടുതൽ ടെക്നോളജി ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പം ഇപ്പം തന്നെ ഫേസ്ബുക്ക് വഴി തന്നെ പരിചയപ്പെടുന്ന എത്ര ലവേഴ്സ് ഉണ്ട്. അപ്പം ആ ഒരു ഇതൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ഈ ലെറ്റേഴ്സിന് എപ്പോഴും എന്തോ ഒരാൾക്ക് കത്ത് എഴുതി കൊടുത്താൽ കത്ത് സൂക്ഷിക്കുന്നതിൽ തന്നെ എന്തോ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ബട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ഈ ലെറ്റേഴ്സ് ക്യാരി ചെയ്യുന്നത് തന്നെ ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് അയക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു മെയിൽ അയക്കുന്നതിന് പകരം ഒരു ഹാൻഡ് റിട്ടൺ ലെറ്ററിന് ഇറ്റ്സ് ഓൾവേസ് സ്പെഷ്യൽ. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടാവും? നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട? ആക്ച്വലി ഞങ്ങൾക്ക് സീൻസ് കുറവായിരുന്നു, ഞങ്ങളുടെ പ്രണയം കാണിക്കുന്ന പാട്ടിലൂടെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ തിരിച്ച് കത്ത് കൊടുക്കുന്ന ഒരു സീനുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ രാത്രി ഷൂട്ട് ചെയ്തതാണ്. ചെറുപ്പം മുതലേ സിനിമ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട പാഠം എന്താണ്? ഞാൻ കുറേ പേര് പറയുമ്പോൾ നീ സിനിമ ഫാമിലി എന്നല്ലേ, അതുകൊണ്ട് ഈസി ആയിട്ട് കയറാമല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ സിനിമ ഫീൽഡ് എന്ന് പറയുന്ന ഇറ്റ് സെൽഫ് ഇസ് എ ബാറ്റിൽ. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ അലോൺ, ഒറ്റയ്ക്കാണ്. ഇപ്പം എൻ്റെ സർനെയിം ഫാസിൽ എന്നായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ പടത്തിന് അത് ഹെൽപ്പ് ചെയ്തേക്കാം. പടത്തിന് ഹെൽപ്പ് ചെയ്തിരുന്നു. രാജീവേട്ടൻ എന്നെ അറിഞ്ഞത് ഫഹദിലൂടെയാണ്. ഇപ്പം ഞാൻ ഫഹദിൻ്റെ അനിയൻ അല്ലായിരുന്നെങ്കിൽ ചിലപ്പം രാജീവേട്ടന് ഫർഹാൻ എന്നുള്ള ഒരാൾ അറിയത്തില്ലായിരിക്കാം. അപ്പോൾ ഫഹദിൻ്റെ അനിയനായതുകൊണ്ടാണ് രാജീവേട്ടൻ അറിഞ്ഞത്. പക്ഷെ ആ പടത്തിൽ എന്നെ അല്ല കേട്ടോ ആദ്യമേ കാസ്റ്റ് ചെയ്തത്, വേറൊരാളായിരുന്നു. പിന്നെ അയാൾ മാറിയപ്പോഴാണ് എന്നിലേക്ക് വന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച പാഠം ആരായാലും നമ്മളുടെ ഫാമിലി എന്തായാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ അലോൺ. ഇപ്പം ദുൽഖർ ആയാലും ദുൽഖർ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്ന ദുൽഖറിൻ്റെ കഴിവ് കൊണ്ടിട്ടാണ്. വന്നത് മമ്മൂക്കയുടെ മോനായിട്ടാണെങ്കിലും ഇപ്പം ദുൽഖർ അറിയപ്പെടുന്ന ദുൽഖറിൻ്റെ പേരിലാണ്. അപ്പം നാളെ പ്രണവ് വരുമ്പോഴും പ്രണവ് അറിയപ്പെടേണ്ട പ്രണവിൻ്റെ പേരിലായിരിക്കണം. പ്രണവൊക്കെ ഒത്തിരി വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രണവ് ഭയങ്കര ടാലൻറ്റഡ് ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു പ്രണവിനെ. അപ്പം പ്രണവന് അങ്ങനെ ഒരു ലോങ് റൺ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ പ്രണവ് പ്രൂവ് ചെയ്യണം. മോഹൻലാലിൻ്റെ മോനാന്നുള്ള, ലാലേട്ടൻ്റെ മോനാന്നുള്ള ഒരു പേര് ചിലപ്പം 1-2 പടത്തിൽ ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ അലോൺ. നമ്മൾ തന്നെ നമ്മളെ സ്വയം ഇതാക്കി ഒരു കാര്യങ്ങളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വയമായിട്ട് വരുന്നു. ഈ പറഞ്ഞ പോലെ വാപ്പയായിട്ട് ഈ സിനിമ കഥകൾ ഇപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ വാപ്പയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുമോ? ഇല്ല, ആക്ച്വലി നമ്മൾ സിനിമയെ കുറിച്ച് വീട്ടിൽ സംസാരിക്കും. ഇപ്പം ഞാനൊരു സിനിമ കണ്ടിട്ട് വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷെ നമ്മളുടെ വർക്ക് ഡിസ്കസ് ചെയ്യുന്ന കുറവായിരിക്കും. ഫഹദ് ഇപ്പോൾ അടുത്ത പടം ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്കറിയായിരിക്കും. അങ്ങ് കൂടിപ്പോൾ എനിക്ക് ആ പടത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ അറിയായിരിക്കും, എല്ലാ ഒരു ഡീറ്റെയിൽ കഥയൊന്നും എനിക്ക് അറിയാൻ പാടില്ലായിരിക്കും. അത് ഫഹദും നസ്രിയയും കുറേ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ അഭിനയിച്ച ബഷീറിൻ്റെ കഥ ഫഹദിനും അറിയില്ല, വാപ്പയ്ക്കും അറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഈ കഥ എന്താണെന്ന് പോലും അറിയില്ല. നസ്രിയയ്ക്ക് അറിയാം. ഞാൻ നസ്രിയോട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ 3 പേരും 3 തരത്തിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ചിലപ്പം ഫഹദിന് ഇഷ്ടപ്പെടുന്നൊരു കഥ എനിക്ക് ഇഷ്ടപ്പെടാതെ വരാം, എനിക്കിഷ്ടപ്പെടുന്നൊരു കഥ ഫഹദിന് ഇഷ്ടപ്പെടാതെ വരാം. എനിക്ക് ചില സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ഞാൻ ഫഹദിനോട് പറയുന്നു, കേട്ടു നോക്കിയിട്ട് എന്താ അഭിപ്രായം എന്ന് പറയാമെന്ന് ചോദിക്കും.
അപ്പോൾ ഫഹദ് അത് കേട്ടിട്ട് എനിക്ക് ഇന്ന് തന്നെ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്, നീ ചെയ്യുന്നെങ്കിൽ ചെയ്, ഒരിക്കലും വാപ്പയോ ഫഹദോ എന്നോട് നീ പടം ചെയ്യണം അല്ലെങ്കിൽ നീ പടം ചെയ്യണ്ട എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും സിനിമയിലേക്ക് വന്നു, എന്തായാലും ഫാസിൽ സാറിൻ്റെ ഒരു പടം ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കണമെന്ന് തോന്നിയിട്ടില്ലേ? നമുക്ക് തോന്നിയിട്ടുണ്ട്, വാപ്പയ്ക്ക് അത് നിങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ? രണ്ടുപേര് നിൽക്കുന്നു, എന്തെങ്കിലും ഒരു ദിവസം ഉമ്മ വഴിയെങ്കിലും പറയാൻ നോക്കിയിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് നേരത്തെ. കാരണം ഞാൻ പണ്ട് വിശ്വസിച്ചിട്ടുണ്ട് വാപ്പയ്ക്ക് ഭയങ്കര കൈപ്പുണ്യമുള്ള ആളാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വാപ്പ കൊണ്ടുവന്നവരെല്ലാം ലാലേട്ടനായാലും ചാക്കോച്ചനായാലും ഷാനു ആയാലും എല്ലാവരും ഒരു സക്സസ് ടേസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഞാനൊക്കെ വാപ്പയോട് ചോദിച്ചപ്പം വാപ്പ പറഞ്ഞു, എൻ്റെ മനസ്സിലിപ്പോൾ കഥയൊന്നുമില്ലല്ലോ, കഥ എഴുതി വരട്ടെ, എഴുതി വന്നിട്ട് നീ ഇതിൽ ചേരുമെന്ന് എനിക്കതെന്ന് തോന്നണ്ടേ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ, അത് നിനക്ക് വേണ്ടി ഒരു കഥ എഴുതാൻ പോകുന്നൊന്നുമില്ല, നീ നിന്റെ വഴിക്ക് നോക്കിയോന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ നടന്നില്ല. ആഗ്രഹമുണ്ട് എന്തായാലും. പിന്നെ സന ഈ സിനിമയിൽ ഇപ്പൊ സനയുടെ രണ്ടാമത്തെ ചിത്രം അല്ലേ? മൂന്നാമത്തെ ചിത്രം, 2 പടം കഴിഞ്ഞു. മലയാളത്തില് മൂന്നാമത്തെ ചിത്രം. ഈ 3 ചിത്രങ്ങളിലും ഇപ്പോൾ നമുക്ക് കിട്ടിയ കഥാപാത്രം ഉണ്ടല്ലോ, മറ്റ് കഥാപാത്രത്തെ വെച്ച് ഇത് വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ്, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രം തന്നെയാണ്. ഈ കഥാപാത്രം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ആക്ച്വലി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കഥാപാത്രത്തിനോട് ഇഷ്ടം തോന്നിയത്. എനിക്ക് കൂടുതലൊന്നും ഈ ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സൂറ എന്താണ്, എങ്ങനത്തെ കുട്ടിയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം 80കളിൽ ഒരു കുട്ടിയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു നോട്ടിനെസ്സും ആ ഒരു ബോൾഡ്നെസ്സും എല്ലാം ഉള്ള ഒരു ക്യാരക്ടറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നത് അനീഷേട്ടൻ ഇത് ആരെയോ റെഫർ ചെയ്തിട്ടാണോ എൻ്റെ അടുത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അനീഷേട്ടൻ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ഇത് ആരെങ്കിലും കുറിച്ചാണോ പറയുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര ഒരു അറിയാവുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഹെൽപ് മീ എ ലോട്ട്. ഈ കഥാപാത്രത്തിന് നമ്മുടെ ഒരു മോഡേൺ ഡ്രസ്സുകൾ നിന്നൊക്കെ മാറി ഇങ്ങനത്തെ ഒരു ഡ്രസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രീതിക്ക് ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ കഥാപാത്രത്തിൽ ഉണ്ടായല്ലോ. എന്റെ ചോദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ല, ഈ ഫർഹാൻ പറഞ്ഞ പോലെ ഫർഹാൻ കോസ്റ്റ്യൂമിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫർഹാൻ പ്രശ്നമുണ്ടായി. അപ്പം അതായിരുന്നു ഒരു കംഫർട്ടബിൾ അല്ലാന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ പിന്നെ ഈ ഷൂട്ടിന് മുമ്പ് തന്നെ ഈ പൂജയുടെ സമയത്ത് ഒരു 2-3 ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഷൂട്ടിലേക്ക് പോകുന്ന ആ ഷെഡ്യൂളിന് മുമ്പ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ ആ ഷൂട്ടിൻ്റെ സമയത്ത് സനയുടെ അങ്ങനത്തെ ഷോർട്സ് എടുക്കുമ്പോൾ സന ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നി. ഞാൻ പതുക്കെ പറഞ്ഞു, കാരണം അത് ആ രീതിയിൽ തന്നെ പോയാലേ അത് നന്നാവുള്ളൂ എന്നുള്ള ഞാനിങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി. അന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോസ്റ്റർ അടിച്ച് വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഓക്കെ ആയതെന്ന് എനിക്ക് തോന്നുന്നു, അതിലേക്ക് വീണത്. അതെ 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 അതെ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളായിരുന്നു. ഇനി ജീവിതത്തിൽ ഒരു അഭിനയം, നമ്മൾ അഭിനയത്തിൽ തന്നെ നിൽക്കും, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അഭിനയം ഏതായിരുന്നു? ഏത് ക്യാരക്ടർ ചെയ്യണം എന്നാണ് ഒരാഗ്രഹമുള്ളത്? അത് ആർക്കും ഒരു ആഗ്രഹമുള്ള സംഭവമാണ്. എനിക്ക് ഓഫ് ലേറ്റ് എനിക്ക് ത്രില്ലർ ജോണേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്ന് കാണാൻ പറ്റുന്നൊരു സാധനം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആസ് എൻ ആക്ടർ ഇപ്പം സ്റ്റീവ് ലോപ്പസ് ആണെങ്കിലും ബഷീർ ആണെങ്കിലും ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത 2 ക്യാരക്ടേഴ്സാണ്. എൻ്റെ ആസ് ഫർഹാൻ്റെ കുറേ ട്രേറ്റ്സ് ഉള്ളൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ചെയ്യാൻ. ഫർഹാനെ സംബന്ധിച്ചിടത്തോളം ഏത് കഥാപാത്രം കിട്ടിയാലും ആ രീതിക്ക് ചെയ്യാൻ കഴിയും. വാപ്പച്ചിയിൽ നിന്നൊരു പാഠം, ഇക്കായിൽ നിന്നൊരു പാഠം, ഏത് കഥാപാത്രം ഏത് രീതിക്കും ചെയ്യാൻ കഴിയുന്ന സ്വയം വിശ്വാസമുണ്ട്. ഇല്ല, ചില ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് അത്ര ടാലൻ്റ് ഇല്ല. എനിക്ക് ചില ക്യാരക്ടേഴ്സൊക്കെ ഫോർ എക്സാമ്പിൾ ചില പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഇപ്പോൾ ചെറിയ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വിക്കി സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ചിലപ്പം പെട്ടെന്ന് വരത്തില്ല. ഒരു വിക്കി സ്റ്റാമർ ചെയ്ത് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ ചില ക്യാരക്ടേഴ്സൊന്നും എനിക്ക് പെട്ടെന്ന് വരത്തില്ല. അതിനെനിക്ക് കുറച്ച് സമയമെടുത്ത് ഇതൊക്കെ ചെയ്യേണ്ടി വരും. സ്ലാങ് പിടിക്കാൻ പറഞ്ഞാൽ ചിലപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല, അതെനിക്ക് വഴങ്ങോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹോംവർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു ചിത്രം കഴിഞ്ഞിട്ട് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് താങ്കൾ? ആ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പം ഈ സിനിമ ശരിക്കും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കഴിഞ്ഞ കർക്കിടകത്തിൽ, അതായത് 1 വർഷത്തിനടുത്തായി ഈ സിനിമ ഇപ്പോൾ ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ റെഡിയായിരുന്നു. ജനുവരി ഫെബ്രുവരിയിൽ ഈ സിനിമ റിലീസ് ചെയ്യാൻ റെഡിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രൈക്കൊക്കെ വന്ന കാരണം ഇത് ആവശ്യമില്ലാതെ പോസ്റ്റ്പോണ്ടായി.
അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആക്ച്വലി എനിക്കിതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു 5-6 മാസം ഞാൻ ഫ്രീ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ സമയത്ത് ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് എഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു മാസം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റിലേക്ക് എനിക്ക് വരാൻ പറ്റാറുണ്ട്. ഈ സന ഈ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന മറ്റ് ഭാഷകളിൽ നിന്ന് അഭിനയിക്കുമ്പോഴുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും സ്നേഹിക്കുന്ന ഏത് ഭാഷയാണ്? ഞാൻ തമിഴിലാണ് ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നും ഇല്ല ആക്ച്വലി. മേക്കിംഗ് സ്റ്റൈല് സെയിം ആണ്, എല്ലാവരും ഇടുന്ന എഫേർട്ട് സെയിം ആണ്. പിന്നെ ഞാൻ ഒരു മലയാളി ആയതുകൊണ്ടായിരിക്കാം ഞാൻ കുറച്ചുകൂടി ഫ്രീ മലയാളം സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് അവിടെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും മാഡം എന്ന് വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ക്യാരവാനിലിരിക്കും. അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇവിടെ റെസ്പെക്ട് അല്ല. ഇപ്പൊ ഇവിടെ ഡയറക്ടർ ആണെങ്കിലും ഫർഹാൻ ആണെങ്കിലും എല്ലാവരും ഒരു പിക്നിക് പോലെ ഒരു ഫ്രണ്ട്സ് പോലെയാണ്. അവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഉണ്ട്. ഒരു ഡയറക്ടർ, ആക്ടർ, അസിസ്റ്റന്റ്, ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ മലയാളി കൊണ്ടായിരിക്കാം എനിക്കിവിടെ ഞാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. ഇവിടെ ലാംഗ്വേജ് എനിക്ക് ചിലപ്പോൾ അറിയാവുന്നതുകൊണ്ടായിരിക്കാം. സിനിമ മാത്രമല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെട്ടും സിനിമ അഭിനയം മാത്രമായിട്ട് ഒതുങ്ങി കൂടുകയല്ലോ. ഇല്ല, പക്ഷെ സിനിമ തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് സിനിമ വിട്ടിട്ട് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. സിനിമ മേഖല ഞാനിപ്പം ആക്ടിങ്ങിൽ സക്സസ്ഫുൾ ആയില്ല, ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടില്ലെങ്കിലും ഞാൻ സിനിമയിൽ തന്നെ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് മാറുന്നേ ഉള്ളൂ. ഡയറക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡയറക്ഷൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഭയങ്കര ഒരു ടീഡിയസ് ജോബാണ്. നമ്മൾ ഭയങ്കര എനിക്കിപ്പോൾ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസോ ഒരു മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. പക്ഷേ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സമയം എടുത്തൊരു അത് എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് ഡ്രീമാണ്. അത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുള്ളൊരു ഡ്രീമാണ്. കുറേ പഠിക്കാനുണ്ടെങ്കിൽ അപ്പം ഇപ്പം പ്രൊഡക്ഷനാണ്. അത് തീർച്ചയായിട്ടും ഉടനെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എന്നാലും താങ്കളെപ്പോലുള്ളവർക്ക് അല്ലേ വീണ്ടും അടുത്ത പടം ചെയ്യാൻ, അടുത്ത പടം മിക്കവാറും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി താമസം വരില്ലാന്ന് തോന്നുന്നു. ഇല്ല, അടുത്ത പടം താമസം വരില്ലല്ലോ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങാമെന്നാണ് നമുക്ക് തോന്നുന്നത്. പുതിയ പ്രൊജക്ട് ഞാൻ തമിഴിൽ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുകയാണ് ഒരു സിനിമയുടെ. ആദ്യ സിനിമയുടെ തന്നെ സെയിം ക്രൂ ആണ്, RK നഗർ എന്ന് പറഞ്ഞിട്ട്. മലയാളത്തിൽ ഒരെണ്ണം കമ്മിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ പറയാനായിട്ടില്ല. ഇല്ല, ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങും. അപ്പൊ എല്ലാരും അറിയും. അന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ? സിനിമയല്ലേ അതങ്ങനെ. അതാ നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കും. ഈ ഒരു മുസ്ലിം കഥയായിട്ട് ടച്ച് ചെയ്ത് ബഷീറിന്റെ പ്രേമല മുസ്ലിം കഥാപാത്രമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് മുസ്ലിംസിൽ നിന്നും എടുക്കുമ്പോൾ നമുക്ക് ഇവരെ തന്നെയാണ് ആദ്യം മനസ്സിൽ ഈ രണ്ട് കഥാപാത്രത്തിന് ഓർമ്മയിൽ വന്ന ആദ്യം രണ്ടുപേര് തന്നെയാണ്, അതോ ആരെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നതായിട്ട് തോന്നി? ഇല്ല. ആദ്യം ഞാൻ ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഈ സിനിമയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലും നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു. അത് മാറേണ്ട വന്നിട്ടില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ആരെങ്കിലും എന്നുള്ള രീതിയിലായിരുന്നു ആലോചിച്ചത്. ഇപ്പം ഫർഹാൻ പറഞ്ഞ പോലെ സ്ക്രീൻ ഫേസ് കുറവായിരുന്നു. സ്ക്രീൻ ഫേസ് ഫർഹാന് മാത്രമല്ല, സനക്കും ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ഒരു ഇതല്ല. ഇവരുടെ പ്രണയമാണ് നമ്മുടെ മെയിൻ ട്രാക്കാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, അവരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളെല്ലാം. ബഷീറിന്റെ കഥ ഇതില്ല, വില്ലേജിന്റെ കഥയാണ്. അതെ, അപ്പൊ അവിടുത്തെ ഒരു ഗ്രാമത്തിന്റെ കഥയായിട്ട് പഴയ കാലഘട്ടത്തിലെ ഗ്രാമം, ഫർഹാൻ പറഞ്ഞ പോലെ. പിന്നെ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ കേൾക്കുമ്പം അതാണ്, അല്ലാതെ ഫർഹാനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ക്യാരക്ടർ ആയിരിക്കില്ല ഫർഹാൻ ഇൻട്രസ്റ്റഡ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ എനിക്കും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഒരു ഔട്ട്ലൈൻ, ഈ കഥ എവിടെ നടക്കുന്നു, അല്ലെ എന്താണ് കഥ, ഏത് ഇതിലാണ് നടക്കുന്നത്, ഏത് ആംബിയൻസ് ആണ്, എന്താണ് സറൗണ്ടിങ്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു പോകണം. അവരെല്ലാം പതുക്കെ ലിങ്കായി ഇങ്ങനെ വന്നു പോകുന്നതുകൊണ്ട് എല്ലാവരും പറയണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് എല്ലാവർക്കും പോകും. ഇതിലൊരു വ്യത്യസ്തമായ ഒരു എനിക്ക് തോന്നുന്നത് ഷീലാമ്മയെ മാറ്റി നമ്മളെല്ലാവരും ഒരേ പ്രായത്തിലുള്ള കുറെ പേര്, ക്യാമറാമാൻ ആണെങ്കിൽ തന്നെ വളരെ പ്രായം അങ്ങനെ. പുള്ളി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഫർഹാൻ നമ്മുടെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ കാര്യത്തിൽ ഒരുപാട് ചാനൽസ് വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഫർഹാൻ എവിടെയും പെട്ടെന്ന് ഏജ് കയറിയിട്ട് അനീഷിന് കുറച്ചേട്ടനേക്കാൾ കുറച്ച്, കാരണം ആരോ ചോദിച്ചു ഫർഹാനേക്കാൾ യങ്ങായിട്ടുള്ള ആളാണല്ലോ ഡയറക്ടർ. അനീഷ് ഫർഹാന് വെറുതെ ആ കോളത്തിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. നമ്മളിപ്പം ഇവിടെ വന്നിരുന്നപ്പോൾ അനീഷ് ടച്ചപ്പ് ചെയ്തോ, ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് വരട്ടെ എന്നുള്ള അങ്ങനത്തെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നപ്പോഴും ഫർഹാൻ അതിലേക്കാ പോയത്. ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഫർഹാനിലേക്കാ പോയത്. എനിക്കറിയാം, അത് പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ അതിപ്പോ പറയുമെന്നറിയാം.
അതെ നമുക്ക് സംശയമുണ്ട് പറഞ്ഞു ചോദിപ്പിക്കുന്നില്ല. ഇല്ല 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 ഞാനത് നമ്മൾ കുറെ ഞങ്ങൾ ഇന്ന് കാണുന്നു കുറെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ നമ്മള് കഥാപാത്രങ്ങൾ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒരേ ഇതിൽ വന്നിട്ട് രണ്ടുപേരെ എടുത്തു പറയണം നമ്മൾ ഇവിടെ ഇതിലുണ്ടായിരുന്നു. ഒന്ന് ക്യാമറമാനും നമ്മുടെ മ്യൂസിക് ഡയറക്ടറും രണ്ടുപേരും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അറൗണ്ട് 20-22 ഒക്കെ വരുന്ന രണ്ട് കുട്ടികളാണ് ഈ സിനിമയിൽ. ഒന്ന് ഇതിൻ്റെ ക്യാമറമാൻ, പിന്നെ അയാൾ ആദ്യമായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്, ഒരു സിനിമ ചെയ്യുന്നത്. മധു നീലകണ്ഠൻ അഭിനന്ദിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് സിനിമകൾ ഒരുപാട് വർഷങ്ങളൊന്നും ചെയ്ത ആളല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു, പുറത്ത് പഠിച്ചാണ് ക്യാമറയുടെ ഒക്കെ. വിഷ്ണു എന്ന് പറയുന്നത് മോഹൻ സിത്താരയുടെ മകനാണ്. എൻ്റെ കഴിഞ്ഞ പടങ്ങളുടെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. ഭയങ്കര റിസർവ്ഡാണ്, ഇങ്ങോട്ട് വരാറില്ല, അവൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും, പുതിയ പാട്ടുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള എവിടെയും ഇടിച്ച ഏരിയ. അല്ലെങ്കിൽ അവൻ നല്ല രസമുള്ള പാട്ടുകൾ എൻ്റെ ആദ്യ സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. സക്രയുടെ ഗർഭിണികളിലൊക്കെ വെയിൽച്ചില്ല എന്നുള്ള സോങ്ങൊക്കെ പറഞ്ഞ് എല്ലാവരും അറിയുന്നത്, പാടിയതും അവനാണ്. അപ്പം അവന് പാടുന്ന കാര്യം കൂടി പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കും, ആ ട്യൂണ് അവൻ പാടി ഇങ്ങനെ ഉണ്ടാക്കും. അതിൻ്റെ വരികൾ കൊടുത്തു കഴിഞ്ഞാലും ആദ്യം ഒന്ന് വെറുതെ ട്രാക്ക് അവൻ തന്നെയാണ് പാടുക. ആ പാടിക്കഴിഞ്ഞാൽ അത് എത്ര വേറെ പാട്ടുകാരെ അല്ലെ സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചു കഴിഞ്ഞാലും അവസാനം ഞാൻ സിനിമയിൽ യൂസ് ചെയ്യുന്ന ഇവന്റെ വോക്കൽ തന്നെ നമ്മള് ഇനിഷ്യലി വേറെ സിംഗേഴ്സ് പാടിയിട്ടുണ്ട് വിചാരിച്ചത് അല്ല, പാടിയിട്ടുണ്ട്. അപ്പം മിക്കവാറും പിന്നെ അവസാനം സിനിമ വരുന്ന സമയം ഒന്നാമത് നമ്മൾ ഇരുന്ന് സംസാരിച്ച് അതിന്റെ മൂഡൊക്കെ പറഞ്ഞ് അവൻ പാടുന്ന സമയത്ത് ഞാൻ അതിൽ ഭയങ്കര സിങ്കാവും. പിന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു വോക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരാൾ ചിലപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്ന ഒരാളായിരിക്കാം, നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റുന്നതാവാം. അതാണ് അതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത്. ഇപ്പം ഈ സിനിമയിൽ തന്നെ എനിക്ക് തോന്നുന്ന 3ഓളം പാട്ടുകൾ അവനാ പാടിയേക്കുന്നത്. 5 പാട്ടുകളിൽ 3 പാട്ടും അവനാ പാടിയേക്കുന്നത്. അപ്പൊ ഈ എല്ലാം കൊണ്ടും ഈ ഒരു ഈ ചിത്രത്തിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത. അഭിനയിക്കുന്നവരും കഥാപാത്രങ്ങളും പിന്നണി പ്രവർത്തകരും എല്ലാം ഏജ് കൊണ്ട് ഉറപ്പ് നിൽക്കുന്നു. അതിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഷീലാമ്മയെ കിട്ടുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ. ഈ സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇപ്പം എല്ലാവരും ഈ സിനിമ കാണണം. ചെറിയ സിനിമയാണ്, ഫുൾ ഫാമിലി ആയിട്ട് പോയി കാണാൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണ്ട് ഒരുപാട് ചിരിക്കാനുണ്ട്. ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്, സന്തോഷത്തോടെ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു ഫിലിമാണ്. അപ്പം നിങ്ങളത് കാണുമ്പോഴും ആ എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് ഡു വാച്ച് ദ ഫിലിം ആൻഡ് സപ്പോർട്ട് അസ്. അവസാനിപ്പിക്കേണ്ട സമയമായി. എന്തായാലും ഈ ചിത്രം വളരെ വിജയമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയമാകണമല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാനുള്ളത്, ഈ സിനിമയിലെ ഒരു പ്രേമം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് പോകുന്നത്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുമ്പോൾ പഴയകാല പ്രേമവും ഇന്നത്തെ പ്രേമവുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ചിത്രം കാണാൻ മറക്കരുത്. ഇന്ന് കണ്ടവർ നാളെ കാണണം, അല്ലെങ്കിൽ മറ്റന്നാൾ കാണണം. കാരണം തിയേറ്ററുകൾ ഇടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് ആകണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇവർക്കുമുണ്ട്. അതിനോടൊപ്പം പ്രേക്ഷകരും പങ്കുചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ണേ